പൈസ എന്റേതല്ല. വല്ലപ്പോഴേ സ്വന്തം സമ്പാദ്യത്തിന് അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. ഡയറക്ടറായ പിരിഞ്ഞ്. പക്ഷേ അത് വെച്ചോളൂ. പച്ചക്കറി എണ്ണയും തീർന്നിരിക്കാം. അമ്മയുടെ മരുന്നിന്റെ റെസിറ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പൊടിയരി 1 കിലോ മതിയാവും. അമ്മയ്ക്ക് വലിയ കൊതിയാ പൊടിയരി കഞ്ഞിയും പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും. പൊടിയരി ഉണ്ടോ? നമ്പൂരിയാണല്ലേ? കാരക്കാമഠത്തിലെ ബന്ധുവാണെന്നും മിടുക്കനാണെന്നും ഒക്കെ കേട്ടു. നന്നായി. എത്രക്കാ പൊടിയരി? 1 കിലോ മതിയാവും. എന്തോന്നായി? നമ്പൂതിരിയുടെ വെളുപ്പിലിത്തിരി എന്റെ നിറം. തെറ്റിയില്ല, ഒട്ടും തെറ്റിയില്ല. കണ്ണുകൾ എപ്പോഴും സത്യം പറയൂ, മനസ്സാ കള്ളി. നമ്പൂരി കറുമ്പിയ വേളി കഴിച്ച പിന്നെന്താ കിട്ടുക? എന്റെ അമ്മയുടെ കറുപ്പും വീടും വേരുകളും ഒക്കെ ഈടെ എവിടെയോ. ഇവന്റെ കൊതി എന്താണെന്ന് അറിയാവോ? ഒരു വെളുത്ത പെണ്ണിനെ കെട്ടാൻ. നിന്റെ കൊതിയെ പറ്റി പറയട്ടോ. പങ്കനവന്റെ പേര് മാറ്റാൻ കൊതി. പിന്നെ ആണ്ടുതോറുമുള്ള കൊടിമരം മുറിക്കൽ അവസാനിപ്പിച്ച് നല്ല ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊടിമര തൂണ്. എനക്ക് കൊതിയും സ്വപ്നങ്ങളും എല്ലാം ഒരുതരം ഭീതിയാ. കുറച്ച് കള്ളു കുടിച്ചോണ്ട് ഇപ്പൊ ഒരു ധൈര്യം. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പറയാനും എനക്ക് പേടിയാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരയിലേന്ന് നിങ്ങളോടൊപ്പം നക്കി തിന്നുമ്പോ ഒക്കെ പറയണോന്നൊരു തോന്നല്. എന്റെ അച്ഛനാ എന്റെ പേടിയും കൊതിയും സ്വപ്നവും എല്ലാം. തെറ്റുകൾ മാത്ര എന്റെ അച്ഛൻ നമ്പൂതിരിയുടെ സമ്പാദ്യം. അങ്ങനെ നാളിതുവരെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പൂനൂലും മറ്റും മറന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ ബലത്തിൽ ഇന്നാട്ടുന്ന ഒരു കറുമ്പിയെ വേളി കഴിച്ചത് മാത്രം ബഹുമാനം. ബാക്കി മുഴുവൻ വൃത്തികേടാ എന്റെ അച്ഛന്റെ കഥകള്. ഒരു തികഞ്ഞ എസ്കേപ്പിസ്റ്റ്. മനസ്സിലായില്ല. ഇന്ന് വെച്ചാ ഒളിച്ചോട്ടക്കാരൻ. സഖാവായിരുന്നോ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കമ്മ്യൂണിസം വിട്ടൂന്ന് എഴുതി കൊടുത്ത അക്കാലത്ത് ഓശാരത്തിന് യൂണിവേഴ്സിറ്റി പോയി പഠിക്കായിരുന്നു. ഓപ്പർച്യൂണിസ്റ്റ്. അച്ഛൻ നമ്പൂരി ആ വഴിക്ക് പോയ ആളാ. മനസ്സിലായില്ലേ? കമ്മ്യൂണിസം വിറ്റ് കാശാക്കി എന്നർത്ഥം. അന്തക്കാലത്തും അത്തരക്കാരുണ്ടായിരുന്നോ? ഞാനത് വിലക്കെടുക്കത്തില്ല. കോൺഗ്രസ് ആയെന്നോ മറ്റോ പറ. അങ്ങനെ വല്ലതും ആയിരിക്കും. ആ ജോർജ് കുട്ടി, വേൾഡ് ബാങ്ക് ഇനിയും മുതലാളിയുടെ ഊഴ പറഞ്ഞാട്ടെ. എന്താ കൊതി? അവനാ മിടുക്കൻ. ജോർജ് കുട്ടി അവനേ വിസ്റ്റ.
കാളൻ ഇഷ്ടമാണോ? ഇത് ചേമ്പിട്ട കാളനാ. ഞാൻ കറുത്തതാണെന്ന് എഴുതിയോ? പെണ്ണ് വെളുവിളാ വെളുത്തതാവണോന്ന് എഴുതിയോ? എഴുതിയോ? എഴുതിയടാ. ഉണ്ണിയേ, സമയമായോ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ, ഡോക്ടർ പറഞ്ഞതാണോ ശരി? നീന കുറച്ച് ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ എന്തായാലും എനിക്കോ നിനക്കോ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഡാഡി അവളെ ഒന്ന് മാറ്റി നിർത്തി പഴയതുപോലെ ആക്കിയെടുക്കട്ടെ. അതുവരെ നമുക്കവനെ കാണാതിരിക്കാം. ഉദ്ദേശം പവിത്രമായാലും ചിലപ്പോൾ അദൃശ്യമായ ആളുകൾ കടന്നു വരാം. അതുകൊണ്ടിതാ പുതിയ മഞ്ഞൾ ആയുർവേദ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയതിന്റെ ആന്റിസെപ്റ്റിക് ഫോർമുല അംഗോപാംഗം ഒളിഞ്ഞിരിക്കുന്ന അണുക്കളെ അകറ്റുന്നു, മൃദുലത പകരുന്നു, പവിത്രമാക്കുന്നു. പുതിയ മഞ്ഞൾ കുടുംബത്തിന് മുഴുവനും ആയുർവേദ സംരക്ഷണം. കാണാനിറങ്ങിയെന്ന് പറയുമ്പോ ഏതറ്റം വരെയാണാവോ? ഇത്തിരി വലിയ നാടാണ് ഈ കുട്ടനാട്. അറിയോ, ഞങ്ങളുടെ ഈ സുന്ദരിയെ നശിപ്പിച്ച കാലനായി തുരുമ്പ് പിടിച്ച പാളം. എത്ര എത്ര കാവും അമ്പലവും പള്ളിയും കുരിശുമാണെന്നോ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ തകർത്ത് കളഞ്ഞത്. വന്ന് എന്റെ കുടിലും കയറി അവരളന്നു. അളക്കാൻ വന്നപ്പോഴേ എനിക്ക് അവരെ ആട്ടിപ്പായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരാ, ഒരു കൃമി. നെടുകെ നീളെ അവരളന്നു. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരവന്റെ നെഞ്ചത്തൂടെ അളന്നത്. എന്റെ എല്ലാം പോയി. ഐശ്വര്യം വരും, നാട് തന്നാവും, പണം വരും എന്നൊക്കെ എല്ലാരും പറഞ്ഞു. എന്റെ എല്ലാം പോയി. പോയത് പോട്ടെ പപ്പനാശാരി. ദേവാൻ എന്തറിയാം? ഒരച്ഛന്റെ തൊമ്പര് എന്താ ദേവാൻ അറിയോ? അച്ഛാന്ന് വിളിച്ച് പഠിക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടയിലാണ് ദേവാന്. പിന്നീട് അച്ഛന്റെ ആത്മാവ്. അച്ഛാന്ന് ശബ്ദത്തിന്റെ ശക്തി ദേവാൻ അറിയോ? ആ വിളി കേട്ട് ഉളരും, ഉറങ്ങാൻ കിടക്കും. ഈ കുട്ടനാട് മുഴുവൻ ചിന്തേരിട്ട് വിരിക്കാനുള്ള ശക്തിയും കൊണ്ടാ ഞാൻ ഇറങ്ങി പോവുക. ആ വിളിയാതെ എന്നെ കൊല്ലാതെ കൊല്ലുന്നേ. പോവാം.